Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com 4 സെമസ്റ്റർ എക്സാംസിൽ അവസാനത്തെ എക്സാമാണ് നാളെ നടക്കാൻ പോകുന്നത്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിൻ്റെ അഡീഷണൽ പേപ്പർ ആയിട്ടുള്ള ബിസിനസ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ഇക്കോണമി. നമ്മൾ ഈ ഒരു പേപ്പറിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ, ദെൻ അതുപോലെ തന്നെ ലാസ്റ്റ് 2 years ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും, കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ദെൻ അതിനുശേഷം നമ്മൾ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ് ആണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പല കുട്ടികളും ഈ ഒരു സബ്ജക്റ്റ് പഠിച്ച് തുടങ്ങിയിട്ടുള്ളോ, മെജോറിറ്റി കുട്ടികൾ ബുക്ക് തൊട്ടിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പാസ്സാകാൻ വേണ്ടിയിട്ട് മിനിമം ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ്, പിന്നെ നമുക്ക് ഇതിനേക്കാൾ മുമ്പുള്ള എക്സാമിൻ്റെ ഒരു പാറ്റേൺ അല്ല. സോ അതുകൊണ്ട് ഏത് രീതിയിലുള്ളൊരു പ്രിപ്പറേഷനാണ് ചെയ്യേണ്ടത് എന്ന് ഒരുപാട് കുട്ടികളായി മെസ്സേജ് അയക്കുന്നു. സോ ഇതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ നമ്പർ 1 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൽ പാസ്സാകാൻ വേണ്ടതായിട്ട് വരുന്ന ഗ്രേഡ് ഇതിനേക്കാൾ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഞാൻ വീണ്ടും പറയുന്നു, നമുക്ക് 18 വെയിറ്റേജ് ആണ് എക്സ്റ്റേണൽ വരുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 18 വെയിറ്റേജ് മീൻസ് 90 ഗ്രേഡ് പോയിന്റ് ആണ്. സോ അതിൽ നമുക്ക് വേണ്ടതായിട്ട് വരുന്നത് 36 ഗ്രേഡ് പോയിന്റ് ആണ്. 36 ഗ്രേഡ് പോയിന്റ് ആണ് നമുക്ക് വേണ്ടത് പാസ്സാകാൻ 40%. അപ്പോൾ നമുക്കിവിടെ 10 ചോദ്യങ്ങളാണ് തരാ. ഒരു ചോദ്യത്തിന് 3 വെയിറ്റേജ് ആണ്. 6 ചോദ്യങ്ങൾ നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഓക്കെ, 6 ചോദ്യങ്ങൾ. അപ്പോൾ ഈ 10 ചോദ്യങ്ങൾ എന്ന് പറയുന്നത് 4 മൊഡ്യൂൾസിൽ നിന്നായിട്ടാണ് അവർ ഇടുന്നത്. 4 മൊഡ്യൂളിൽ നിന്നും ചോദ്യങ്ങൾ വരും. മിനിമം 2 ചോദ്യങ്ങൾ വെച്ച് ഓരോ മൊഡ്യൂളിൽ നിന്ന് അവർ ഇടുന്നുണ്ട്. അതിൽ 3 ചോദ്യങ്ങൾ ഏതെങ്കിലും 2 മൊഡ്യൂളിൽ നിന്നും, ദെൻ 2 ചോദ്യങ്ങൾ വീതം 2 മൊഡ്യൂളിൽ നിന്നാണ് ഇടുക. ഞാൻ ഇതിനേക്കാൾ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നും ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്നുമാണ് 3 ചോദ്യങ്ങൾ സാധാരണ ഇട്ട് കണ്ടുവന്നിട്ടുള്ളത്. സെക്കൻഡ് മൊഡ്യൂളിൽ നിന്നും തേർഡ് മൊഡ്യൂളിൽ നിന്നും 2 ചോദ്യങ്ങൾ വീതമാണ് ഇടാറ്. സോ നമുക്കൊരു 6 ചോദ്യം കിട്ടണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളും ലാസ്റ്റ് മൊഡ്യൂളും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഈ 2 മൊഡ്യൂളിലത്തെ പ്രത്യേകത, ഈസി ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്കോർ ചെയ്യാനും, ജസ്റ്റ് ഒന്ന് വായിച്ച് സ്കോർ ചെയ്യാനും കുറച്ചും കൂടി സപ്പോർട്ടീവ് ആയിട്ടുള്ള മൊഡ്യൂൾസ് ആണ് ഈ 2 മൊഡ്യൂൾസ്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളും ലാസ്റ്റ് മൊഡ്യൂളും കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാനാണ് ഞാൻ മെയിനായിട്ട് സജസ്റ്റ് ചെയ്യുക. അതിനുശേഷം സെക്കൻഡും തേർഡും ഫോക്കസ് ചെയ്യുക. പിന്നെ ഈ ഒരു സബ്ജക്റ്റിൻ്റെ വാല്യുവേഷൻ്റെ ഒരു പ്രത്യേകത മറ്റ് സബ്ജക്റ്റ് പോലെയല്ല, ഒരു അഡീഷണൽ പേപ്പർ ആയതുകൊണ്ട് തന്നെ ഒരു ലിബറൽ സമീപനം സാധാരണ എടുക്കാറുണ്ട്. നമ്മൾ നമ്മുടെ ഓൺ വേർഡ്സിൽ അറിഞ്ഞില്ലെങ്കിലും 6 ചോദ്യങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ദെൻ ഈ പറഞ്ഞ 6 ചോദ്യം, പിന്നെ 2 മണിക്കൂറിൻ്റെ എക്സാമാണ്. 2 മണിക്കൂറിൻ്റെ എക്സാമാണ്. നമുക്ക് 3 hours ഇല്ല, 2 മണിക്കൂറിൻ്റെ എക്സാം. പിന്നെ 20 മിനിറ്റ് നിങ്ങൾക്ക് MCQന് വേണ്ടിയിട്ട് ലഭിക്കും. അപ്പോൾ ഇതാണ് എക്സാമിൻ്റെ ഒരു പാറ്റേൺ. ഇതെല്ലാവരും മനസ്സിൽ വെച്ചിട്ട് വേണം പോകാൻ. ഓക്കെ, ദെൻ ഇതിൽ കോമൺ ചോദ്യങ്ങൾ എല്ലാ പേപ്പറിലും നമുക്ക് കാണാറുണ്ട്. കോമൺ ചോദ്യങ്ങൾ അത് ഏറ്റവും കൂടുതൽ ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്നാണ് കണ്ടുവരാറ്. ദെൻ പോപ്പുലറായിട്ട് ഈ ഇന്ത്യൻ ഇക്കോണമിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളും വരാറുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് മൊഡ്യൂളിലാണ് ഈ പറഞ്ഞ ഡിമോണിറ്റൈസേഷൻ, സ്റ്റാർട്ടപ്പ്, ഡിജിറ്റൽ ഇക്കോണമി, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ലാസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളാണ്. ദെൻ ആദ്യത്തെ മൊഡ്യൂളിൽ നിന്ന് MSMEനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ, പിന്നെ നമുക്ക് സ്പെഷ്യൽ ഇക്കണോമിക് സോണിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, അങ്ങനത്തെ ഏരിയാസിൽ നിന്നുള്ള ചോദ്യങ്ങൾ, ഇതൊക്കെ. പിന്നെ ഫോറിൻ എക്സ്ചേഞ്ച് ട്രേഡ്, അത് എന്താണ്, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ എല്ലാ പേപ്പറിലും റിപ്പീറ്റായിട്ട് നമുക്ക് കാണാറുണ്ട്. അതുപോലെ തന്നെ റിപ്പീറ്റായിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇൻക്ലൂഷനെ പറ്റിയിട്ടുള്ള ഒരു കാര്യം, അതും കാണാറുള്ളതാണ്. പിന്നെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അതും കാണാറുള്ള 10 ചോദ്യങ്ങളിൽ നമ്മൾ ഒരെണ്ണം പ്രതീക്ഷിക്കുന്നതാണ്. പിന്നെ ആദ്യത്തെ മൊഡ്യൂളിൽ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇന്ത്യൻ ഇക്കോണമിയുടെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇന്ത്യൻ ഇക്കോണമി എന്താണ്, അങ്ങനത്തെ ഒരു ഏരിയയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ, ഞാൻ എൻ്റെ ഓൾറെഡി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊക്കെയാണ് ഓരോ മൊഡ്യൂളിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ചോദ്യങ്ങൾ എന്നുള്ളത്. നമ്മൾ ടിപ്സിൽ പറയുന്നത്, ഞാൻ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് മൊഡ്യൂൾ നോക്കിയാൽ തന്നെ ചിലപ്പോൾ 6 ചോദ്യങ്ങൾ അവിടെ നിന്ന് കിട്ടും. അതിലത്തെ പ്രത്യേകത എന്താ ഞാൻ പറഞ്ഞാൽ, ഒക്കെ നമുക്ക് എന്ത് രീതിയിലും മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഡിജിറ്റൽ ഇക്കണോമി,
അതൊക്കെ കോമൺ ആണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ വിമൻ ഓണ്ടർപ്രണർഷിപ്പ്, സ്റ്റാർട്ടപ്പ്, അല്ലെങ്കിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, പിന്നെ സ്പെഷ്യൽ ഇക്കണോമിക് സോണ്, അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് ട്രേഡ് ഒക്കെ വേറെ മൊഡ്യൂളാണ്. പിന്നെ ആദ്യത്തെ മൊഡ്യൂളാണെങ്കിൽ MSME, പിന്നെ LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഏരിയാസിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുക, 6 കിട്ടും. പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പം നമുക്ക് പാസ്സാകണമെങ്കിൽ 6 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത്. അതൊരാളല്ല, പല കുട്ടികളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ടത് 36 ഗ്രേഡ് പോയിന്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു ചോദ്യം അറ്റൻഡ് ചെയ്ത് അതിന് ഫുൾ മാർക്ക് ലഭിക്കുകയാണെങ്കിൽ 15 ഗ്രേഡ് പോയിന്റ് ആണ് കിട്ടുക. 15 ഗ്രേഡ് പോയിന്റ്. 2 ചോദ്യങ്ങൾ ശരിയാവുകയാണെങ്കിൽ നമുക്ക് മുഴുവൻ മാർക്ക് കിട്ടുകയാണെങ്കിൽ 30 ഗ്രേഡ് പോയിന്റ്, 3 എണ്ണാണെങ്കിൽ 45 ഗ്രേഡ് പോയിന്റ്. അപ്പം 3 ചോദ്യങ്ങൾക്ക് ഒരു ആവറേജ് മാർക്കാണ് ലഭിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് ഏകദേശം 36ന്റെ അടുത്ത് ഗ്രേഡ് പോയിന്റ് ആയി. അപ്പോൾ ഒരു ആവറേജ് മാർക്ക് വെച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഞാൻ പറയണു, നിങ്ങൾക്കൊരു 4 എണ്ണമെങ്കിലും എഴുതാൻ സാധിക്കുമെങ്കിൽ അതിനൊരു ആവറേജ് ഗ്രേഡ് പോയിന്റ് വെച്ച്, അപ്പോൾ ആ രീതിയിൽ 4 എണ്ണം അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്ക് പാസ് മാർക്കിനുള്ള വകുപ്പായി. ഹൈ സ്കോറിലോട്ട് പോകാൻ നിങ്ങൾ 6 ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യുക, ഒരെണ്ണം പോലും സ്കിപ്പ് ചെയ്യരുത്. നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് അതാണ്, ഒരൊറ്റ ചോദ്യം പോലും സ്കിപ്പ് ചെയ്യരുത്. പാസ്സാകണമെങ്കിൽ ഒരു 4 എണ്ണം ഒരു ആവറേജ് മാർക്ക് കിട്ടിയാൽ തന്നെ നിങ്ങൾ പാസ്സാകും. പാസ്സാകാൻ 36 ഗ്രേഡ് പോയിന്റ് മതി. ഓക്കെ, അപ്പോൾ പാസ് മാർക്കിൻ്റെ കാര്യം ഒരുപാട് കുട്ടികളെടുത്ത് ചോദിച്ചുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ നിങ്ങൾ നിർബന്ധമായും കാണുക. അതിൽ പറഞ്ഞ ചോദ്യങ്ങൾ ഓരോ മൊഡ്യൂളുള്ളത് ഫോക്കസ് ചെയ്യുക. എന്നാലും ഈ പറഞ്ഞ ഏരിയാസിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് 6 എണ്ണം കിട്ടും ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിച്ചു കഴിഞ്ഞിട്ടില്ലെങ്കിൽ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് നിങ്ങളുടെ ലാസ്റ്റ് അഡീഷണൽ പേപ്പറിനെ പറ്റി പറയാനുള്ളത്. എപ്പോഴും മനസ്സിൽ വെക്കുക, 2 മണിക്കൂറിൻ്റെ എക്സാമാണ്. ഡയറക്റ്റ് ചോദ്യങ്ങൾ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നിങ്ങൾക്കുള്ളത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിന് ജനറൽ വൈവേ ആണ്. അതിൻ്റെ ഡേറ്റ് ആകുമ്പോൾ അതെങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത് അതിനെപ്പറ്റിയുള്ള എൻറ്റയർ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയിലൂടെ നൽകുന്നതായിരിക്കും. ദെൻ നിങ്ങളുടെ MCOM കോഴ്സ് ഫിനിഷ് ചെയ്തിരിക്കുകയാണ് നാളത്തെ ഒരു എക്സാമിന് ശേഷം. സോ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇപ്പോൾ ടീച്ചിങ്ങിലോട്ട് തിരിയാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് നെറ്റിൻ്റെ കോച്ചിങ് നമ്മൾ ആരംഭിക്കുന്നുണ്ട്. നെക്സ്റ്റ് മന്ത് മുതൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓൺലൈനായിട്ട് നമ്മുടെ ആപ്പിലൂടെ നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിലൂടെ ആയിരിക്കും ലൈവ് ഉണ്ടാവുക. അതിൻ്റെ റെക്കോർഡിടും ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും കേട്ടോ. അതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. Have a nice day. Thank you.